അതെ അതെ. ആ ഞാൻ കാലത്ത് തന്നെ പുറപ്പെടും. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഞാൻ അങ്ങ് എത്തിക്കോളാം. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വരാൻ വല്ലാത്തൊരു മടിയാ. അതിന്റെ ഒരു ഫീലിങ്സാ. എന്നാ ശരി, വെക്കട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബോംബെന്ന് ആനന്ദ. അവിടെ ചെന്ന അവനേ ഉള്ളൊരു ആശ്വാസം. ഈ തിരിഞ്ഞു കിടക്കലും മൗനവും എന്താണെന്ന് എനിക്കറിയാം. എന്റെ സീതക്കുട്ടി, ഏറി വന്നാൽ 4 മാസം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞ നാട്ടിൽ തന്നെ എത്തില്ലേ ഞാൻ. പെട്ടെന്നെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാൻ പറ്റും. MD പറഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസി നാട്ടിൽ ഓപ്പൺ ചെയ്യാമെന്ന്. ഏയ് എന്താ ഇത്? വീട്ടുകാരെ ധിക്കരിച്ച് എന്റെ കൂടെ ഇറങ്ങി വന്ന ആ പഴയ സീത തന്നെയാണോ ഇത്? വേണ്ട, കളിയാക്കണ്ട. എനിക്കറിയാം മോളെ നിന്റെ വിഷമം. ഒക്കെ ശരിയാവും കേട്ടോ. ലൈറ്റ് ഓഫ് ചെയ്യണോ അതോ ഒക്കെ ഭേദാവും. സ്ത്രീയാണ് ഭാഗ്യം. എന്താ പറ്റിയേ? വഴിക്ക് വെച്ച് കാല് വെക്കൊന്ന് വീണു. നടുവിന് വല്ലാത്ത വേദന വൈദ്യരെ. നടുവിനാണ്. അകത്ത് കയറിയിരിക്ക. 1 മിനിറ്റ്, ഞാനിപ്പോ വരാ. ഒന്നും പേടിക്കണ്ട. ഈ മരുന്ന് നടുവിന് പെരട്ടിയാലേ നടുവേന അങ്ങോട്ട് പമ്പ അടക്കും. നടുവേനയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കിയ സാധന. എന്താ കുറച്ചുകൂടെ മാറിക്ക. രോഗി കുറച്ച് വെട്ടോ വിളിച്ചോ കിട്ടട്ടെ. മാറിക്ക. അതെ, നടുവേദന മാറാൻ നിങ്ങൾ തടവി കൊടുക്കണമെന്നില്ല. അവര് തടവിയാലും മാറും. നിങ്ങൾ ഈ മരുന്നെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി തടവി കൊടുത്താൽ മതി. ശരിയാ വൈദ്യരെ, അതാ നല്ലത്. എന്താ? ഒന്നുമില്ല. അതെ, ഒന്ന് നിന്നേ. ഈ മരുന്ന് കൊണ്ട് ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാവും. എന്നാലും അടുത്ത ആഴ്ച വരണം, മറക്കണ്ട. നടു എന്താ ചെയ്യ, ഭാഗ്യമില്ലാണ്ടായി പോയി. ആ മുദേവിയെ അടുത്ത ആഴ്ച എങ്ങടെങ്കിലും കെട്ടിക്കണം. രാവിലെ മോഹിച്ചത് വെറുതെ ആയി. അടുത്ത ആഴ്ച നിനക്ക് എങ്ങടാ പോണെന്ന് പറഞ്ഞല്ലോ? അമ്മാവന്റെ വീട് വരെ. അങ്ങനെ ഇപ്പൊ ഞാൻ പോണില്ല. ഒരു തവണ നടുവേദനയ്ക്ക് തടവാൻ വന്നപ്പോഴാ നിങ്ങൾ എന്നെ കൊണ്ട് മുങ്ങിയത്. ആ കഥ കൂടുതൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ. വേണ്ട. മദ്യ ഇനത്തിൽ സർക്കാരിന്റെ ഖജനാവിലേക്ക് കോടികളുടെ ലാഭം. 3 നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും 2 പെഗ് ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരല്ലേ നമ്മുടെ കേരളത്തിലുള്ളത്. അത് പറയരുത് മെമ്പറെ. ഈ മദ്യം കൊടുക്കുന്നതും നിങ്ങളുടെ സർക്കാരാന്നുള്ള കാര്യം ഓർമ്മ വേണം. അതുകൊണ്ടെന്താ കുപ്പിയുടെ മേലെ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തില് മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്ന് അച്ചടിച്ച് വെച്ചിട്ടാ നമ്മുടെ സർക്കാർ അന്തസ്സായിട്ട് മദ്യം വിൽക്കുന്നത്. പിന്നെ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഏത് പരിപാടിക്കും മൈക്ക് എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നത് മദ്യം വിഷമാണ് എന്ന് മാത്രമാണ്. എന്താ പണിക്കരെ, രാവിലെ തന്നെ ഒരു പരദൂഷണം. മദ്യം നിർത്തലാക്കാനുള്ള പരിപാടികൾക്ക് ഞാനും എന്റെ സർക്കാരും തുടക്കം കുറിക്കുന്ന കാര്യം പറയായിരുന്നു. മദ്യം നിർത്തലാക്കിയാൽ തനിക്കത് മാറ്റിയെടുക്കാം, മറ്റുള്ളവർക്കത് സാധിക്കില്ലല്ലോ. ഈ മദ്യത്തെ കുറിച്ച് സംസാരിക്കുന്നവരാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ മദ്യപാനികൾ. വാസു,
സുഖു നാളെ ബോംബെക്ക് മടങ്ങി പോവാ. അതുകൊണ്ട് എനിക്കൊരു സ്ട്രോങ് ചായ എടുക്ക. സുഖു പോണേന് വൈദ്യുരെന്തിനാ ചായ കുടിക്കണേ? എന്താ സുഖു ബോംബെക്ക് പോണോണ്ട് എനിക്ക് ചായ കുടിക്കാൻ പാടില്ലെന്നുണ്ടോ? സുഖു ബോംബെക്ക് പോകുന്നു, വൈദ്യര് ചായ കുടിക്കുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു മണ്ണകട്ടില്ല. രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ആവശ്യമില്ലാത്തൊന്നും ഊഹിക്കണ്ട. വാസു ചായ എടുക്ക്. എടുക്കണു. ആ ഇന്ന് ശശിമാമയുടെ ടൈം ബെസ്റ്റ് ടൈം ആയിരിക്കും. ഈശ്വര പിടിച്ചോ. അപ്പൊ താനാണ് ഈ ചോക്ലേറ്റ് ശീല ഇവനെ പഠിപ്പിച്ചത്. അപ്പുവിന്റെ കൈ നീട്ടം അതാണ് എന്റെ ഒരു ദിവസത്തിന്റെ തുടക്കം. അതിനവന് ഏറ്റവും ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതങ്ങോട്ട് വാങ്ങിക്കൊടുക്കുക. അല്ലേ സീതേച്ചി? അല്ല സുഖേട്ടാ, നിങ്ങൾക്ക് ബോംബെയിലെ പണി ഒഴിവാക്കി ഇവിടെ വല്ലതും ചെയ്തുകൂടെ? എന്റെ ശശി, ഇത് തന്നെയായിരുന്നു ഇന്നലെ തൊട്ടുള്ള ഞങ്ങളുടെ ചർച്ച. ഇവളുടെ മുഖം ഇപ്പോഴാ തെളിഞ്ഞത്. ഇനിയും മാറുന്നതിന് നീ ഒന്ന് വണ്ടിയെടുത്തേ. പോട്ടെ മോനെ. ഞാൻ അവിടെ എത്തിയോടെ വിളിക്കാം. ആ ഇത്തവണ കലോത്സവത്തിന് മിക്ക ഇനത്തിലും കുട്ടികളെ പങ്കെടുപ്പിക്കണമെന്ന ഹെഡ് മാസ്റ്റർ ഓർഡർ. അത്യാവശ്യം കഴിവുള്ള കുട്ടികളെ മാത്രം പങ്കെടുപ്പിച്ചാൽ മതി. ആ ഹെഡ് മാഷേ അങ്ങനെ പലതും പറയും. എന്തായാലും അപ്പുവിന് ഇത്തവണത്തെ UP വിഭാഗത്തിൽ കലാപ്രതിഭാ പട്ടം ഉറപ്പായിട്ടും കിട്ടും. നല്ല കഴിവുള്ള കുട്ടിയാവൻ. ഇന്ന് 5 മിനിറ്റ് നേരത്തെയാണല്ലോ ബെല്ലടിച്ചത്. മനുഷ്യനൊന്ന് നിവർന്നിരിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ആളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള അയാളുടെ ഒരു ബെല്ലടി. എന്ന് വെച്ചാൽ അയാളുടെ ഡ്യൂട്ടി അയാൾക്ക് ചെയ്യണ്ടേ അല്ലേ? ടീച്ചറെ, തിരുവാതിരയ്ക്കുള്ള കുട്ടികളെ റിഹേഴ്സൽ നടക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് അയക്കണേ. ഓ ശരി. കലോത്സവം അടുത്ത് കഴിഞ്ഞാൽ നന്ദിനി ടീച്ചർക്ക് ഊണുമില്ല ഉറക്കമില്ല അല്ലേ? ഓ, കലോത്സവത്തിന്റെ ചാർജ് എനിക്കായി പോയില്ലേ മാഷേ? അടുത്ത വർഷം ഹെഡ് മാഷ് എത്ര നിർബന്ധിച്ചാലും ഞാനില്ലേ. ഇത്രയും ടെൻഷൻ പിടിച്ചൊരു ഏർപ്പാട്. നാടകത്തിൽ രാജാവായി ഞാൻ കലക്കും, നോക്കിക്കോ. രാജാവേ, ഇങ്ങനെ പഠനെ പോലല്ല നടക്കേണ്ടത്. നെഞ്ചൊക്കെ വിരിച്ച് ഇതുപോലെ നടക്കണം. എന്റെ അഭിനയം എങ്ങനെയുണ്ടപ്പോ? നീ പഠനല്ലേ, കൊണ്ടുപോകാൻ പിടിച്ച് വെറുതെ നിന്നാ പോരെ. ഏറ്റവും ദൂരത്തിൽ കല്ലെറിയുന്ന ആരാന്നോ? പിന്നെ അമ്മയുടെ മോ സൂപ്പർമാൻ അല്ലേ? അമ്മ കളിയാക്കിയതാണല്ലേ? അമ്മ മോനെ കളിയാക്കുവോ? അപ്പു നാളെ കാണാം.
ഓടണ്ട പതുക്കെ പോ. അമ്മ എവിടെ പോയതാ? കടവരെ പോയതാ. സ്കൂൾ വിട്ട സമയമുണ്ട്. നിന്റെ വികൃതരൊന്ന് നേരിട്ട് കാണാന്ന് കരുതി അവിടെ കാത്തു നിന്നതാ. ബാഗ് അമ്മ പിടിച്ചോ, സഞ്ചി ഞാൻ പിടിക്കാം. വേണ്ട കൂട്ടാ, ഇത് നല്ല ഭാരമുണ്ട്. അമ്മേ, ഞാൻ സൂപ്പർമാൻ അല്ലേ? അമ്മ ഇങ്ങ് താ. ഓ, അത് ശരിയാണല്ലോ. ഞാൻ പിടിക്കാം അമ്മേ. ആ അമ്മേ, ഞാൻ മോണോ ആക്ട് അവതരിപ്പിച്ചതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് കിട്ടുമെന്ന് എല്ലാരും പറയണേ. നന്ദിനി ടീച്ചറും പറഞ്ഞു. അതെയോ? ആ, ഫസ്റ്റ് കിട്ടിയ മോനൊരു സമ്മാനമുണ്ട്. അമ്മയുടെ വക. എന്ത് സമ്മാനാ? അതൊക്കെ പറയാം. പറയമ്മേ. ധൃതി വെക്കാതെടാ. എന്താന്ന് പറയമ്മേ. വികസനം വരുന്നു. എന്നിട്ട് എന്തേ വികസനം വരാത്തെ? തെക്കേത്ര പഞ്ചായത്തിലേക്ക് വികസനത്തിന് വരാൻ എന്താ എത്ര ബുദ്ധിമുട്ടെന്ന്? അങ്ങനെ കണ്ണടച്ച് ആക്ഷേപിക്കരുത് വൈദ്യരെ. കണ്ണാടി മുക്കിൽ ബസ് സ്റ്റോപ്പ് കൊണ്ടുവന്നില്ലേ? പുത്തിരിത്തറയിൽ റോഡ് നടപ്പിലാക്കിയില്ലേ? കണ്ണാടി മുക്ക് ബസ് സ്റ്റോപ്പിനെ പറ്റി മാത്രം സംസാരിക്കരുത്. ഒരു ബസ്സെങ്കിലും അതിൽ വരണുണ്ടോ? പിന്നെ എന്തിനാ അവിടെ ഒരു ബസ് സ്റ്റോപ്പ്? പിന്നെ പുത്തിരിത്തറ റോഡ്, പുത്തിരിത്തറ തോട് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതം. അത് ശരിയാ. മഴക്കാലത്ത് തെക്കേത്തറ പഞ്ചായത്തിലെ ആൾക്കാർക്ക് നീന്തി കളിക്കാൻ ഒരു സ്വിമ്മിംഗ് പൂളായല്ലോ അല്ലേ പണിക്കരേ? ഹരിക്കുട്ടൻ രാജാവായിട്ടോ? അവനെന്തൊക്കെ ചെയ്യാൻ വയ്ക്കോ? അവൻ രാജാവായിട്ട് പഠനം പോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് ടീച്ചർ വിഷ്ണുവിനെ രാജാവാക്കി. അതെയോ? അതേതല്ലേ നന്നായി. അപ്പോ ആ ഇങ്ങോട്ട് വാ. അമ്മ ഇതൊന്ന് പിടിക്കമ്മേ. ഞാൻ ഇപ്പൊ വരാം. വലുതായിട്ട് വേണം ഇവനെ രാഷ്ട്രീയത്തിലോട്ടൊന്ന് അത് ഇറക്കാൻ. വേണോ പണിക്കരെ? അവൻ നന്നായിട്ട് പഠിച്ചിട്ട് ഒരു ഡോക്ടർ ആവട്ടെ അല്ല അപ്പോ? വാസുമാമ, ഈ മടിയൻ മാമൻ ഒരു പണിയില്ലേ? അത് സത്യം. കൊച്ചു കുട്ടിയാണല്ലോ, എന്താ നല്ല വിവരമുണ്ട്. അല്ല, വൈദ്യുതി മാമനോട് കൂടിയാ പറഞ്ഞത്. മിടുക്കനാ. ഇതുണ്ടോ അമ്മേ? വാസുമാമൻ തന്നതാ. നീ എന്തിനാ ഇതൊക്കെ വാങ്ങണേ? വാസുമാമനല്ലേ തന്നത്. പിന്നെ ചോര കുടിച്ചത് മതി, ഇനി ചായ കുടിക്ക. 2 ചായ. ഓ, ചോറ് കഴിക്കണല്ലേ? എനിക്ക് വിശപ്പില്ല. അച്ഛൻ ഫോൺ എടുക്കാത്തോണ്ട് അമ്മയ്ക്ക് ഭക്ഷണം വേണ്ടല്ലേ? അച്ഛൻ എന്തെങ്കിലും തിരക്കിലായ ഫോൺ എടുക്കാൻ പറ്റുമോ? ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മേ, അമ്മേ. എന്താടാ? അമ്മയ്ക്ക് അച്ഛനെ അത്രയ്ക്ക് ഇഷ്ടാ? എനിക്ക് നിന്റെ അച്ഛനോട് ഒരു ഇഷ്ടവും ഇല്ല. വേഗം കഴിക്കേ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. നീയും നിന്റെ അച്ഛനും ഒക്കെ ഒരുപോലെ തന്നെ. സുഖുവേട്ടാ, ഞാൻ എത്ര നേരമായിട്ട് വിളിക്കണു? എത്ര തിരക്കാണെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്തൂടെ? അതെ, തീരെ വയ്യ. ഫോൺ സൈലന്റ് ആക്കി ഞാൻ ഉറക്കായിരുന്നു. എന്തു പറ്റി? ഒരു ചെറിയ പനി, ക്ലൈമറ്റിന്റെ പ്രശ്നമാണ്. എന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ? കാണിച്ചു, മരുന്ന് കഴിച്ചിട്ടുണ്ട്. നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. നല്ല കുട്ടിയെ ഭക്ഷണം കഴിക്കാം. കാലത്ത് വിളിക്കാം. മോൻ ഇറങ്ങിയോ? അവൻ നേരത്തെ കിടന്നു. ശരി, രാവിലെ വിളിക്കാൻ മറക്കരുതേ. ഗുഡ് നൈറ്റ്.
അച്ഛൻ വിളിച്ചു അല്ലേ? ഇപ്പൊ അമ്മയ്ക്ക് സന്തോഷമായോ? അമ്മയുടെ മോൻ ചാച്ചി കേട്ടോ. അപ്പു സ്കൂളിൽ പോരായി, വേഗം വന്ന് കഴിക്കേ. അപ്പു അമ്മ ഉണ്ടാക്കുന്ന ദോശയ്ക്ക് ഒരു പ്രത്യേക രുചിയാ. അപ്പു അമ്മനെ ഇങ്ങനെ പുകഴ്ത്തല്ലടാ. അമ്മ നിന്നെ എന്താ? ഓ ചക്കര വേഗം കേട്ടോ. വേറെ ഒരുപാടായി. ആ നോക്കട്ടെ. ആ, ആ. ഇന്ന് ശശിമാമയ്ക്ക് ഒരു മോശം ദിവസമാണല്ലോ. തേയിലാ വീണത്. ഇന്നത്തെ ദിവസം പോയി. വാ പോവാ. ആ, പോട്ടെ, പോട്ടെ. ഇപ്പൊ അസംബ്ലിയാ? ഓ, ഞാൻ ഇല്ലെങ്കിലും അവിടെ അസംബ്ലിയൊക്കെ നടന്നോളൂ. പിന്നെ വൈകിട്ട് വരുമ്പോഴേ സാരി വാങ്ങാൻ മറക്കരുത്. ഞായറാഴ്ചയാണ് അശ്വതിയുടെ കല്യാണം. ആ പിന്നെ വരുമ്പോ കുട്ടികളെ കൂട്ടണേ. അയ്യോ ഇല്ലില്ല, 4 മണിക്കാ ഇവിടെ PT എക്സിക്യൂട്ടീവ്. ഞാൻ എത്താൻ വൈകും. ആ ശരി ശരി വച്ചോ. സത്യപ്രതിജ്ഞ ചെയ്ത വേദിയിൽ ചലനമറ്റ YSR ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ജനസഹസ്രങ്ങൾക്ക് നടുവിലേക്ക് അലങ്കരിച്ച വാഹനത്തിൽ 3-ാം തവണയും YSR എത്തി. ഇത്തവണ പക്ഷേ ആട്ടുവിളികൾ ഇല്ലായിരുന്നു. പകരം ഹൃദയം തകർക്കുന്ന മൗനവും പിന്നെ നിയന്ത്രണം വിട്ട വിലാപങ്ങളും. അത് തിരമാല പോലെ സ്റ്റേഡിയത്തിൽ എങ്ങും പടർന്നു. ഇന്നത്തെ ചിന്താവിഷയം: ജനങ്ങൾ നേരിടുന്നത് വിമർശനമെങ്കിൽ പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് പ്രശംസ മാത്രമാണ്. ഇനിയിപ്പോ അരിയില്ലാതെ പിള്ളേര് വിഷമിക്കണ്ട. സാറേ സാറേ പൈസ ഇതുപോരാ. ഇത് തന്നെ ഞാൻ കൊടുക്കുന്നത്. ഇത് തന്നെ എന്റെ കയ്യിൽ നിന്ന് എടുത്ത് തരുന്നതാ. സർക്കാരിൽ നിന്ന് പാസ്സായി വരുമ്പം കാലം കുറെ ആവും. കഷ്ടം. അല്ല പക്ഷേ ഇതൊന്നും എടുത്തു വെക്കാൻ സഹായിക്കും. ഇതോ എടുത്തു വെക്കാനോ? ഞാനോ? ഇതേ കടയിൽ നിന്ന് കയറ്റി വെച്ച പാടെ എനിക്കറിയാം. എടോ, എനിക്ക് സെക്കൻഡ് ഓവർ ക്ലാസ് ഉള്ളതാ. ദേ വരണു. ഒന്ന് പിടിക്കുക. എനിക്കൊന്നും പറ്റില്ല. അതെ, ഫസ്റ്റ് അവർ ഞാൻ റേഷൻ കടയിലായിരുന്നു. പോട്ടെ.
ഇതൊന്ന് പിടിച്ചു കൊടുക്ക്. ഈ ബുക്ക് ഏ? മെല്ലെ